പുതിയ ജനക്ഷേമ പദ്ധതികളും നൂതന സംവിധാനങ്ങളുമായി കുറ്റ്യാടി അമാന ആശുപത്രി. സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അമാന ഹോസ്പിറ്റലിൽ ആരംഭിക്കും. താൽക്കാലികമായി അടച്ചിട്ട രാത്രികാല അത്യാഹിത വിഭാഗം തുറന്നു പ്രവർത്തിക്കും. OP ഫീസ് 50% കുറക്കുമെന്നും പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 1 നടക്കുമെന്നും ഡോക്ടർ D. സച്ചിത്ത്, P. കെൻവാസ് മാസ്റ്റർ, സർഫ്രാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആമുഖമായി എനിക്ക് പറയാനുള്ളത്, 1-ാം തീയതി പൊതുജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായ ഇൻഷുറൻസ് സംവിധാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ സംവിധാനം മാറുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് 2 പ്രമുഖരായ MLA-മാർ, കുറ്റ്യാടി, നാദാപുരം മണ്ഡലത്തിലെ MLA-മാർ ചേർന്ന് നിർവഹിക്കുന്നത്. അതോടുകൂടി ഹോസ്പിറ്റലിൻ്റെ സംവിധാനങ്ങൾ തീർത്തും പൊതുസമൂഹത്തിന് ഏറെ സഹായകരമാകുന്ന രൂപത്തിലേക്ക് മാറുന്നു. നവാസ് മാഷ് പറഞ്ഞ പോലെ ഇത്രയും നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറുള്ളൊരു ആസ്പത്രി നമ്മുടെ അടുത്ത പ്രദേശത്ത് എവിടെയില്ല. പിന്നെ അത് മാത്രമല്ല, എത്രയോ വർഷങ്ങളായിട്ട്, ഒരു 10-20 വർഷമായിട്ട് വേണമെങ്കിൽ വടകര സബ് ജില്ലയിൽ ഒരു ആസ്പത്രി പുതുതായിട്ട് ഉണ്ടായിട്ടേ ഇല്ല. ഇക്ര ഹോസ്പിറ്റലാണ് ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അത് ഇക്രേൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് മാത്രം നടക്കുന്ന ഒരു സാധനമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ലാഭകരമല്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു. ബാക്കിയുള്ള അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ബാക്കിയുള്ളൊരു സാധനം നോക്കുമ്പോൾ ഇതൊരിക്കലും ആ ഒരു തലത്തിൽ, അതുകൊണ്ടാണ് പുതിയ ആസ്പത്രികൾ വരാത്തത്. അപ്പോൾ ഈ ഒരു സാധനത്തിനെ നാട്ടുകാർക്ക് ഉപയോഗപ്രദമാക്കിയിട്ടുള്ളൊരു സാധനമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഇനിയിപ്പോൾ നടത്താൻ പോകുന്നത്. അതിൽ പ്രകടമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസി കൊണ്ടുവരാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, അത് ശരിക്കും ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഭയങ്കര അത്ഭുതം തോന്നി, എനിക്ക് ഭയങ്കര ആവേശവും തോന്നി. ശരിക്കും പറഞ്ഞാൽ കാസ്പ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള കുറേ പോളിസികൾ കൂട്ടിച്ചേർത്തിട്ട് ഗവൺമെൻറ്റിന് ഉണ്ടാക്കിയ പോളിസിയാണ് കാരുണ്യ ആരോഗ്യ പദ്ധതി എന്ന് പറയുന്നൊരു സാധനം. അതാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും ഞാൻ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ പറഞ്ഞത്, നമ്മുടെ നാട്ടിലുള്ളൊരു 80% ആൾക്കാർക്കും ഇതിൻ്റെ കാർഡുണ്ട് എന്നാണ് പറഞ്ഞത്, കാസ്പിൻ്റെ മെമ്പർഷിപ്പ്. അപ്പോൾ ഇനി നിങ്ങളെ അറിവിൽ ആരെങ്കിലും ഇല്ലാത്തുണ്ടെങ്കിൽ അവരെല്ലാം ചേർക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എന്താണെന്ന് വെച്ചാൽ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന വരെ ഉള്ള ഒരു ചിലവും കൊടുക്കണ്ട, 5 പൈസ ചിലവില്ല. അതാണ് എൻ്റെ ഒരു ഭയങ്കര ട്രീറ്റ്മെൻറ്റ് ടോട്ടൽ സൗജന്യമായിരിക്കും. റൂം റെൻറ്റും വേറെ സാധനങ്ങളും ഒന്നും ഉണ്ടാവില്ല. മരുന്നും ഫ്രീ ആയിരിക്കും. അവിടെയാണ് എൻ്റെ ഇത് കിടക്കുന്നത്. പലപ്പോഴും നമ്മളെ മനസ്സിൽ ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ, കിടപ്പിലായ രോഗികൾ, അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക, വയസ്സുകാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഞാനിതിപ്പോൾ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, പ്രായമുള്ള ആൾക്കാർക്ക് ശരിക്കും അവരെ മക്കൾക്ക് പൈസ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ മക്കൾ നോക്കിക്കോളും. പൈസയും കൂടി ആകുമ്പോഴാണ് മക്കൾ നോക്കാണ്ടായി പോകുന്നത്. പലപ്പോഴും അവർ വന്ന് നിൽക്കാനെല്ലാം ചിലപ്പോൾ ഒരു കാളെ കിട്ടും, ആരെങ്കിലും കിട്ടും. പക്ഷേ പൈസ ചിലവും കൂടി എന്ന് പറയുമ്പോൾ പലപ്പോഴും മുങ്ങിക്കളയും. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല ഹെൽപ്പ് തന്നെയായിരിക്കും. എൻ്റെ മനസ്സിലുള്ളൊരു ഡ്രീം അതാണെന്ന് ശരിക്കും പറയാൻ വെച്ചാൽ, നമുക്കെല്ലാം ഒരു വയസ്സുകാലമുണ്ട്, നമ്മളെ പേടിപ്പിക്കുന്നൊരു വയസ്സുകാലം. അത് എത്ര നമ്മൾ സമ്പന്നനായിട്ടൊന്നും കാര്യമില്ല, നമ്മൾ നോക്കാൻ ആളുണ്ടാവുമോ എന്നുള്ളൊരു ആ ഒരു തലത്തിലേക്ക് ഈ ഹോസ്പിറ്റലിനെ മാറ്റാൻ പറ്റണം തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ഗവൺമെൻറ് തരുന്ന പൈസ കൊണ്ട് ഒരു നൂൽപ്പാലത്തിലൂടെ നടക്കുന്ന പോലെയുള്ളൊരു പരിപാടിയാണ് ശരിക്കും. അത് പെട്ടെന്ന് പൈസ കിട്ടില്ല, കുറച്ചും കൂടി ലേറ്റായിട്ടേ കിട്ടുള്ളൂ. അത് സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ അതിനെ കൊണ്ട് ഒത്തൊപ്പിച്ച് പോകുന്നൊരു രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റിയാൽ മാത്രമേ ഇത് പ്രയോഗത്തിൽ വരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഒരിക്കലും ടൗണിലുള്ള ഹോസ്പിറ്റലിന് ഇത് പറ്റില്ല. അവരെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റും അവരെ സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇത് ഫീസിബിൾ അല്ല. അതുകൊണ്ടാണ് അത് വേറെ ആരും ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് നമ്മളിന്ന് കുറച്ചും കൂടി നാട്ടിൻപുറമായതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ നമുക്ക് വാടകയൊന്നും കൊടുക്കേണ്ടാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് പറ്റും തന്നെയാണ് നമ്മളെ വിശ്വാസം. അതങ്ങനെ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നാട്ടിൻപുറത്തുള്ള ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് വന്ന്
എത്ര ദിവസം വേണമെങ്കിൽ കിടക്കാം. അത് 5 ലക്ഷം രൂപ വരെ ഒരു ഫാമിലിക്ക് ഒരു വർഷം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ പൈസയാണ് ശരിക്കും പറയാൻ വെച്ചാൽ. നമുക്കൊരു വലിയൊരു ഓപ്പറേഷനോ അല്ലെങ്കിൽ സാധനത്തിനോ ചിലപ്പോൾ പെട്ടെന്ന് പൈസ അങ്ങ് പോയാൽ നിൽക്കും. പക്ഷെ അതേ സമയത്ത് നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് കിടന്ന് 1 മാസം കിടക്കണം, 2 മാസം കിടക്കണം, ഒരു പൈസയും കൊടുക്കണ്ട, ഫുൾ ഫ്രീ ആയിട്ട് ഇതാക്കാം. എനിക്കൊരു അത്ഭുതമായിട്ടാണ് ശരിക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും ആൾക്കാർക്ക് ഗുണം കിട്ടുന്നൊരു സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെല്ലാവരും വിളിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതെല്ലാവരും അറിയണം, എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് അറിയണം. നമുക്ക് ഇതിൽ ഒന്നും ഒളിച്ചു വെക്കാനില്ലേ, അതിൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ പരിപാടികളൊന്നുമില്ല. എന്നുവെച്ചാൽ അത് അത്രയും ഒരു ടഫായിട്ടുള്ള എന്നെ പേടിപ്പിക്കുന്ന ആൾക്കാർ ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ വേണ്ടാത്ത പണിയാണേ എടുക്കുന്നത്, വയസ്സുകാലമായി പണ്ടത്തെ കാലമല്ല അത് പറഞ്ഞിട്ട് എല്ലാവരും പേടിപ്പിക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരെല്ലാം സഹായം ഉണ്ടെങ്കിൽ, നിങ്ങളെല്ലാം സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ശരിക്കും ഉപയോഗപ്രദം ആകുന്ന ഒരു തലത്തിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് ചേഞ്ചുകൾ അതിന് വരാനുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് കിട്ടിയോണ്ട് മാത്രം നമ്മളെ വിചാരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തും എനിക്ക് തോന്നുന്നില്ല. എന്താ പറയുക, ഇവിടെയുള്ള നഴ്സിംഗ് ഗ്രൂപ്പിനെ നമുക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിന് വലിയ വലിയ ട്രീറ്റ്മെൻറ്റും സാധനങ്ങളും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ കോമൺ സൂക്കേടുകൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഡോക്ടറെ കാണേണ്ട അസുഖങ്ങൾ വന്നിട്ടുണ്ടാവും. അത് ഒന്നും ശരിക്കും പറയാൻ വെച്ചാൽ അഡ്മിറ്റ് ചെയ്യേണ്ട സൂക്കേടുകൾ ഉണ്ടാവില്ല, അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവുക? ഒരുപാട് പ്രാവശ്യങ്ങൾ ഡോക്ടറെ കണ്ടിട്ടുണ്ടാവും, അഡ്മിറ്റ് ചെയ്യേണ്ട സൂക്കേടുകൾ വന്നിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഒരു 95% സാധനങ്ങളും കോമൺ സാധനങ്ങളാണ് നമ്മളെ. ഇനി അഡ്മിറ്റ് ചെയ്യേണ്ട സൂക്കേട് തന്നെ ഒരു വലിയൊരു ശതമാനം സൂക്കേടുകളും സാധാരണ ആശുപത്രിയിൽ നിന്ന് ചികിത്സിച്ച് മാറ്റാവുന്ന സൂക്കേടുകളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ സെറ്റപ്പിൽ, വലിയ സെറ്റപ്പും ഭയങ്കര ICU മറ്റേ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ചികിത്സിച്ച് മാറ്റാവുന്ന അസംഖ്യം അസുഖങ്ങളുണ്ട്. അതാണ് കോമൺ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇതിനൊന്നും നമ്മൾ കോഴിക്കോടേക്ക് പോവോ അല്ലെങ്കിൽ വേറെ ദൂരം വഴിക്ക് പോവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരിത് പറയാം. നമ്മളിപ്പോൾ ഒരു കോഴിക്കോട് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് സാമ്പത്തിക കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ചുറ്റുപാടുകളെ അങ്ങ് മാറിപ്പോകും. ഉച്ചക്ക് ചോറ് കൊണ്ട് കൊടുക്കാൻ പോകണം, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരണം. ഇതൊക്കെ അതേ സമയത്ത് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ആശുപത്രി ആണെന്ന് നമുക്ക് കിട്ടുന്ന സുഖം ഭയങ്കര വ്യത്യാസമില്ലേ. അത് നമ്മളൊരു വേറെ പോയി നമ്മൾ റൂമെടുത്ത് താമസിക്കണം. അപ്പോൾ സാമ്പത്തികത്തിനും അല്ലാണ്ട് തന്നെ നമുക്ക് മാനസികമായിട്ടും നമ്മൾ പ്രാക്ടിക്കലിയും നമ്മൾ വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും നമ്മൾ കോഴിക്കോടറ്റം പോയിട്ട് 1 മാസം താമസിക്കേണ്ടി വരിക, അല്ലെങ്കിൽ കുറേ ദിവസം താമസിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നത്. അതിൽ നിന്നെല്ലാം ശരിക്കും നമുക്കൊരു മോചനം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം. അത് എങ്ങനെ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ മുകളിലാണ്. നമുക്കിത് ശരിക്കും പറയാൻ വെച്ചാൽ ഇവിടെ ഒരു 10-50 രോഗികളെ നമുക്ക് ഇവിടെ ശുശ്രൂഷിക്കാൻ പറ്റും.